ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ ഈമാനില്ലാത്തവനാവുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. അവർക്ക് എങ്ങനെയാണ് ഈമാൻ ലഭിക്കേണ്ടത്? അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലൂടെയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കപ്പെട്ട അടിമകളായ നമ്മൾ, എൻ്റെ പ്രിയമുള്ളവരെ, എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് എല്ലാം അല്ലാഹു തആല വാരിക്കോരി തരുമെന്നത് 100% നമുക്ക് ഉറപ്പാണ്. കാരണം ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ഹദീസുകളും പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് തന്നെ നമുക്കതിന്റെ തെളിവുകളുണ്ട്. പടച്ചുറബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിരുന്നു കൊണ്ട് നമ്മൾ പടച്ചുറബിനോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്നത് തന്നെയാണ് ഓരോ സത്യവിശ്വാസികളായ നമ്മുടെ ഹൃദയാന്തരത്തിലുള്ള വിശ്വാസവും എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ഈമാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കാൻ, അവിടുത്തെ ദീനിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ഈമാൻ അവിടുന്ന് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ കുറിച്ചിട്ട് അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, അവിടുന്ന് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അവിടുന്ന് ദുആകൾ അധികരിപ്പിക്കലാണ്. പടച്ചുറബിന്റെ മുമ്പിൽ നമ്മുടെ അല്ലാഹുവിനോട് ആത്മാർത്ഥമായിരുന്നു കൊണ്ട് അല്ലാഹുവേ ദുആ ചെയ്യാൻ നമ്മൾക്ക് മനസ്സുണ്ടോ? പാതിരാ സമയത്തിന്റെ നിശബ്ദതയില് എല്ലാവരും ആത്മാർത്ഥമായിട്ട് കിടന്നുറങ്ങുമ്പോൾ, എല്ലാവരും സുഖനിദ്രയിൽ ആണ്ടുപൂണ്ട് കിടന്നുറങ്ങുമ്പോ ആ സമയത്ത് അല്ലാഹുവേ ഒന്ന് പടച്ചുറബിന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയാൻ നമുക്ക് സമയമുണ്ടോ? ഓരോ ഫർദ് നമസ്കാരത്തിന്റെ ശേഷമുണ്ടല്ലോ നമ്മുടെ കരങ്ങളൊന്ന് അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് പൊട്ടിക്കരയാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? നമുക്ക് സമയമുണ്ടോ? എന്നാൽ നിന്റെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരികയാ. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുധമാണ് ദുആ എന്ന് പറഞ്ഞാൽ, അവനിക്ക് വരുന്ന കടങ്ങളുണ്ടോ, അവനിക്ക് വരുന്ന രോഗങ്ങളുണ്ടോ, മറ്റ് എന്തെല്ലാം പ്രശ്നങ്ങൾ അവനിക്ക് വല്ലാതെ അലട്ടുന്നുണ്ടോ, ഈ വല്ലാതെ കടന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ ഇതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുന്ന കാര്യമാണ് ദുആ എന്ന് പറഞ്ഞാൽ, അതിന് ഏറ്റവും പറ്റുന്നതാണ് ദുആ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രയാസമുണ്ടല്ലോ, നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ഉസ്താദേ കടമുണ്ട് ദുആ ചെയ്യണം. നമ്മൾ പറയാറുണ്ട്, ഉസ്താദേ വേദനകളാണ് ദുആ ചെയ്യണം. അതേപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ പറയാറുണ്ട്. എല്ലാ വിഷമങ്ങൾക്കും അവിടുന്ന് പരിഹാരം എന്താണെന്നറിയോ? എല്ലാ വേദനകൾക്കും അവിടുന്ന് പരിഹാരം എന്താണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, ദുആയാണ് ഉമ്മ, ദുആയാണ് ഉമ്മ. അതുകൊണ്ട് പടച്ചുറബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്താൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു തീർത്തു തരുമല്ലോ, നമ്മുടെ എല്ലാ വേദനകളും അല്ലാഹു മാറ്റി തരുമല്ലോ. ആരിക്കാ ദുനിയാവിൽ പ്രയാസമില്ലാത്തത്? ആരിക്കാ ദുനിയാവിൽ പ്രയാസമില്ലാത്തത്? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തതായിരിക്കാ, അത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണല്ലോ. നമുക്ക് കൊടുക്കുന്നതിനപ്പുറം രോഗവും വേദനകളും എല്ലാം കൊടുത്തത് അത് അല്ലാഹുവിന്റെ റസൂലിനാ. ആ റസൂലുള്ളാഹിക്ക് പരിഭവം ഉണ്ടായിട്ടില്ല. അപ്പോഴും ഇരുകരങ്ങളും അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുകയല്ലേ, അവിടുത്തെ കണ്ണുകൾ നനപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതാണ് ഉമ്മ. നമുക്കും വിഷമം വരുമ്പോ, നമുക്കും രോഗം വരുമ്പോ, നമുക്കും കടങ്ങൾ വരുമ്പോ, നമ്മളുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ അല്ലാഹുവേ അവിടെയും എവിടെയും കൊണ്ടുപോയിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവഴിച്ചിട്ട് അല്ലാഹുവേ ഒരു മാറ്റവുമില്ല ഉസ്താദ്, ഞങ്ങൾ
ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾക്കൊരു നേട്ടവും കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ വാപ്പമാരുണ്ട്. അള്ളാന്റെ മുമ്പിൽ അള്ളാഹുവിനോടൊന്ന് പൊട്ടിക്കരയാർ നിനക്ക് മനസ്സുണ്ടോ വാപ്പാ? അള്ളാന്റെ ഔലിയാക്കളായ മഹാന്മാരുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുണ്ടല്ലോ, ഇവരൊക്കെ തവസ്സുൽ ചെയ്തിട്ട് ദുആ ചെയ്യാൻ പറ്റോ? ദിക്റുകൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ പറ്റോ? നിന്റെ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, നിന്റെ ഹൃദയത്തിലുണ്ടല്ലോ ഈമാൻ വർദ്ധിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റബ്ബേ, നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലാഹുവേ ഉസ്താദേ ഞാൻ പറയുന്നത് എന്റെ പൊന്നുമോൻ അനുസരിക്കുന്നില്ലെന്ന് പറയാറുണ്ടല്ലോ, എന്റെ പൊന്നുമോള് കേൾക്കുന്നില്ലെന്ന് പറയാറുണ്ടല്ലോ. വല്ലാത്ത വിഷമം പറയുന്നവരല്ലേ നമ്മളെല്ലാവരും. ആ വിഷമം വേണ്ട ഉമ്മ, മക്കളെ എണീപ്പിക്കോ. ഏതെങ്കിലും ഒരു സമയത്തുണ്ടല്ലോ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണേ, ഉമ്മ മോനെ നിന്റെ കാര്യങ്ങൾ നിനക്ക് സലാമത്താകണോ, നിന്റെ വേദനകൾ മാറണോ, നിന്റെ ആഗ്രഹങ്ങൾ സഫലമാകണോ, നീ പഠിക്കുന്നിടത്ത് നിനക്ക് നല്ല ഉന്നതമായ വിജയം നിനക്ക് ലഭിക്കണോ, നിന്റെ പരീക്ഷകളിൽ നിനക്ക് ഉന്നത വിജയം ലഭിക്കണോ, നിനക്ക് നല്ല ജോലി വേണോ. അല്ലാഹുവേ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ അല്ലാഹ് ഉണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് കരങ്ങൾ ഉയർത്തിയിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ദുആ ചെയ്യാൻ പറ. അങ്ങനെ ദുആ ചെയ്താ ആ അടിമയോട് റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണല്ലോ. ആ പടച്ച റബ്ബിനെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയോ ആ കാര്യങ്ങൾ മുഴുവനും ഉമ്മ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ. അങ്ങനെ കൊണ്ടുവന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ പുണ്യമായ മജ്ലിസിൽ വന്നിട്ട് പരിശുദ്ധമായ ഫാത്തിഹ ഓതിയിട്ട് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ഈ മജ്ലിസിലേക്ക് ഇരിക്കുന്ന ഉമ്മ, പരിശുദ്ധമായ ഇൽമ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ ജീവിതത്തിലെ പരിഭവങ്ങൾ മാറണോ, നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ മാറണോ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ഇടങ്ങേറുകൾക്കും പരിഹാരം വേണോ, അത് ദുആയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ഇരുന്നു കൊണ്ട് അവിടുന്ന് ദുആ ചെയ്യാൻ മനസ്സ് കാണിച്ചാൽ നിന്റെ ജീവിതത്തിലുണ്ടല്ലോ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹ് തീർത്തു തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും മാറിക്കിട്ടാൻ, നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ വിഷമങ്ങളും മാറിക്കിട്ടാൻ, ജീവിതത്തിൽ വലിയ വിജയം നമുക്ക് കണ്ടെത്താൻ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ട കാര്യവാ പ്രാർത്ഥന എന്ന് പറയുന്നത്. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇരിക്കരങ്ങളും ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയും. അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ ആളുകൾ അവർ പറയും ഉസ്താദേ രോഗവാ, ഉസ്താദേ കടവ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അവർക്കൊക്കെ കൊടുക്കാൻ കഴിയുന്ന മരുന്ന് എന്തറിയങ്ങള്, 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുക, എന്നിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയാൻ വേണ്ടി ശ്രമിക്കുക. ഉസ്താദേ ഹൃദയത്തിൽ വിഷമമാ, ഈമാൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല, എന്താ ചെയ്യാ? എടാ, അവർക്കുമുള്ള മരുന്ന് എന്തറിയോ? പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ഒന്നിരുന്നിട്ട് പടച്ചവനോടൊന്ന് പൊട്ടിക്കരഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകൾ, നമ്മുടെ വിഷമങ്ങൾ എല്ലാം അവിടുന്ന് മാറിക്കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എത്രത്തോളം നന്മകൾ നമുക്ക് നടത്താൻ കഴിയോ എന്റെ പ്രിയമുള്ളവർ, ആ നന്മകളൊക്കെ നമ്മൾ നടത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയാന്തരത്തിൽ കടന്നു വരേണ്ട ചിന്ത എന്തെന്നാണറിയോ? അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ, അൽ മുഅ്മിനു ബൈനർ റജാഇ വൽ ഖൗഫ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ചിന്ത, അവന്റെ ജീവിതത്തിന്റെ ശൈലികൾ കടന്നു പോകേണ്ടത് അല്ലാഹുവിന്റെ റജാഇന്റെയും ഖൗഫിന്റെയും നടുവിലൂടെയാണല്ലോ. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ പരിശുദ്ധമായ സ്വർഗ്ഗത്തെ വെല്ലുന്ന പടച്ച റബ്ബേ പേടിപ്പെടുത്തുന്ന നരകമുണ്ടല്ലോ. ആ സ്വർഗ്ഗമെന്ന് കേട്ടാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് സന്തോഷം കടന്നു വരുമെങ്കിലോ, ആ നരകമെന്ന് കേട്ടാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വല്ലാത്ത പേടിയാണല്ലോ. ആ നരകത്തിൽ പടച്ച റബ്ബ് എന്നെ എത്തിക്കുമോ? അല്ലാഹുവേ, നീ എന്നെ കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ എന്ന് നമ്മുടെ മനസ്സിനകത്ത് ചിന്ത വരികയാണ്. ഏറ്റവും പരമോന്നതമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട പരിശുദ്ധമായ സ്വർഗ്ഗലോകമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിൽ അല്ലാഹു എനിക്കൊരു ഇടം തരുമോ എന്നുള്ള ചിന്തയുണ്ടല്ലോ, അതൊരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിനകത്ത് വേണേ. എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണല്ലോ. എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമോ? എന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുമോ? ഇങ്ങനെ ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുക. അല്ലാതെ ഞാനാണ് ഏറ്റവും വലിയ ദിക്ർ ചൊല്ലുന്നവൻ, ഞാനാണ് ഏറ്റവും വലിയ നിസ്കരിക്കുന്നവൻ, എന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു ഏറ്റെടുക്കുമല്ലോ, എന്റെ ഇബാദത്തുകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലാത്ത ചിന്ത കൊണ്ട് നടക്കാൻ പാടില്ല. എപ്പോഴും മനസ്സിനകത്തുള്ള ചിന്ത എന്താ വേണ്ടതെന്നറിയോ? പടച്ച റബ്ബേ, അല്ലാഹു എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ടോ? അല്ലാഹുവേ, അങ്ങനെയാകുമ്പോഴല്ലേ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വീണ്ടും ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് വരിക, നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വരിക. അല്ലാഹ് ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുക. അതിന്റെ വേണ്ട കാര്യമാണ് ഖൗഫും റജാഉം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അസാബുകളെ പേടിക്കാനുള്ള മനസ്സ് വേണേ. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുമ്പോ പടച്ച റബ്ബേ, എന്റെ അമലുകൾ മുഴുവനും നീ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, നീ സ്വീകരിക്കുമല്ലോ എന്ന പ്രതീക്ഷയും നമുക്ക് വേണേ ഉമ്മാ. അല്ലാതെ എല്ലാതും എന്റെ സ്വീകരിച്ചിട്ടുണ്ട്, എന്റേത് സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ പൂർണ്ണനാണ് എന്നുള്ള ചിന്തയിലേക്ക് കടന്നു പോകരുത്. എപ്പോഴും ഒരു റജാ വേണം, ഒരു ഖൗഫ് നമ്മുടെ ഹൃദയത്തിൽ വേണമല്ലോ. എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. അല്ലാഹുവേ, അതുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലാഹുവിനെ കുറിച്ചിട്ട് നല്ല ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ഏത് കാര്യങ്ങളാകും നടക്കാതിരിക്കുക, ഏത് വിഷമങ്ങൾക്ക് അല്ലാഹു അറുതി തരാതിരിക്കുക. പിന്നീട് നമുക്ക് സൗഖ്യമല്ലേ. ഈ ദുനിയാവിന്റെ പെരുക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പടച്ച റബ്ബ് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തല്ലോ. പടച്ച റബ്ബേ, വഫാത്തിന്റെ വേളയിൽ തന്റെ ചാരത്തിരുന്നിട്ട് പൊട്ടിക്കരയുന്ന ഫാത്തിമ ബീവിയോട് അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ദുനിയാവിന്റെ പെരുക്കമുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ അവിടുന്ന് വല്ലാത്ത വിഷമങ്ങളിലൂടെ കടന്നു പോയ പ്രവാചകരെ അല്ലാഹുവേ, അവസാന സമയമെത്തിയപ്പോ അവിടുന്ന് പൊട്ടിക്കരയുമ്പോ, അവിടുന്ന് മരണത്തിലേക്ക് മല്ലടിച്ച് കിടക്കുമ്പോ, മരണത്തിന്റെ വക്കിൽ നിൽക്കുമ്പോ റബ്ബേ, തന്റെ ചാരത്തിരുന്നിട്ട് പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടല്ലോ, അവിടുന്ന് കരയുകയാ. അവിടുന്ന് വല്ലാതെ കരയുമ്പോ അല്ലാഹുവേ, അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, പൊന്നുമോളെ ഫാത്തിമ, കരയല്ല ഫാത്തിമ, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം. ഈ ദിവസമുണ്ടല്ലോ, ഈ ദിവസം അങ്ങ് കടന്നാ
ഈ ദിവസം അങ്ങ് കടന്നുപോയാൽ പിന്നെ ഈ പ്രിയപ്പെട്ട വാപ്പാക്ക് സുഖമല്ലേ ഫാത്തിമ? ഇവിടുത്തെ വാപ്പാക്ക് സുഖമല്ലേ ഫാത്തിമ? പിന്നെ സന്തോഷത്തിന്റെ നാളുകളാ, പിന്നെ സന്തോഷത്തിന്റെ രാവുകളാ, പിന്നെ അവിടെ വേദനകളില്ലാത്ത ലോകത്തേക്ക് പോവുകയല്ലേ, പ്രയാസങ്ങളില്ലാത്ത ലോകത്തേക്ക് പോവുകയാണല്ലോ എന്നവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പടച്ച റബ്ബേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഇതങ്ങ് കേട്ടപ്പോ അല്ലാഹുവേ അവിടെ നിന്ന് സന്തോഷിച്ചല്ലോ. കാരണം തന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, അല്ലാഹുവേ സന്തോഷത്തോടുകൂടെ ഈ ലോകത്തുനിന്ന് പോവുകയാണല്ലോ. പിതാവിനെ പിരിയുന്ന വേദനയുണ്ട്, പിതാവിനെ പിരിയുന്ന വേദനയുണ്ട്. കരച്ചിലടക്കാൻ കഴിയാത്ത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവേ പൊന്നുമോളുടെ കാതിലൊന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഫാത്തിമ ഫാത്തിമ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ അങ്ങ് ലോകത്തോട് വിട പറഞ്ഞാൽ പിന്നെ എന്റെ ചാരത്തേക്ക് കടന്നു വരുന്നതാരെന്നറിയോ? ഫാത്തിമ നീയാ ഫാത്തിമ. പിന്നെ ലോകത്ത് നിന്ന് വിട പറയുന്നത് നീയാ ഫാത്തിമ എന്നവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഫാത്തിമ ബീവി ചിരിക്കുകയോ, ഫാത്തിമ ബീവി ചിരിക്കുകയോ, റബ്ബേ മരണത്തെ പേടിയല്ലേ നമുക്ക്, മരണത്തെ പേടിയല്ലേ നമുക്ക്, പടച്ച റബ്ബേ നമുക്ക് മരണത്തെ കുറിച്ച് കേൾക്കുന്നത് പേടിയാ, മരണത്തെ കാണുന്നത് പേടിയാ. മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ചെന്നാ റബ്ബേ അവനെ കാണുന്നത് വരെ നമുക്ക് പേടിയാണല്ലോ, ആ മനുഷ്യനെ കാണുന്നത് വരെ നമുക്ക് പേടിയാണല്ലോ റബ്ബേ. എന്നാ മരണം എന്ന സത്യമുണ്ടല്ലോ, ആ സത്യം നമ്മളെ എല്ലാവരെയും പിടികൂടുമെന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ, അത് നമ്മൾ മറന്നു പോവുകയാ, അത് നമ്മൾ മറന്നു പോവുകയാ. പടച്ച റബ്ബേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്ന് വിശുദ്ധ ഖുർആൻ അവിടെ നിന്നും പറയുമ്പോ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ജീവിതത്തിൽ ഒന്ന് ഓർക്കണേ, ജീവിതത്തിൽ ഒന്ന് അറിയണേ, നമ്മളെല്ലാവരും പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലാനുള്ളവരാ. ഈ ദുനിയാവിന്റെ തൊലിക്കുമുള്ള ആഡംബരങ്ങളോ, ഈ ദുനിയാവിന്റെ തൊലിക്കുമുള്ള സുഖങ്ങളോ, ഇവിടത്തെ പെണ്ണും ഇവിടത്തെ സൗന്ദര്യമുള്ള ഭർത്താവും ഇവിടത്തെ സൗകര്യമുള്ള വീടും ഇവിടത്തെ സൗന്ദര്യമുള്ള നമ്മുടെ പ്രദേശവും അല്ലാഹുവേ എല്ലാം ഉപേക്ഷിച്ചിട്ട് സമ്പാദിച്ചെടുത്ത കോടിക്കണക്കിന് ആസ്തിയുടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ സമ്പാദിച്ചെടുത്ത മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവേ ഇവിടെ വിട്ടിട്ട് ഒരു ദിവസം നമ്മൾ യാത്ര പോകും, ഇവിടം വിട്ടിട്ട് ഒരു ദിവസം നമ്മളൊരു യാത്ര പോകും. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ സമ്പാദിച്ചെടുത്ത ഓരോ കാര്യങ്ങളും ഇവിടെ ഇട്ടിട്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഒരിക്കലൊരു യാത്ര പോകാനുണ്ട് അല്ലെ. നമ്മുടെ വീട്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ് എല്ലാം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഉപേക്ഷിച്ചിട്ട് ഈ ദുനിയാവിൽ നിന്നൊരു യാത്ര ഒരു ദിവസം നമ്മൾ എല്ലാവരും കടന്നു പോകും. ഇവിടെ നമ്മൾ എന്റെ പ്രിയമുള്ളവരെ എത്ര നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടും എന്റെ പ്രിയമുള്ളവരെ അതൊന്നും നമുക്ക് സ്വന്തമല്ല. നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോയാൽ അതുകൊണ്ട് അടികൂടാൻ, അതുകൊണ്ട് തല്ലുകൂടാൻ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവരാണ് നമ്മുടെ തലമുറകൾ. അതുകൊണ്ട് ജീവിതകാലം മുതൽ നമുക്ക് നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയുമോ, നമ്മൾ സമ്പാദിച്ചെടുത്ത് നമ്മുടെ സമ്പത്ത് കൊണ്ടൊക്കെ നമുക്ക് എന്തെല്ലാം നന്മകളിലൂടെ നമുക്ക് നടക്കാൻ കഴിയുമോ, ആ കാര്യങ്ങൾ മുഴുവനും നമ്മൾ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹുവേ ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കാൻ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾ നമസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യാറുണ്ട് നബിയേ. എന്നാലും ഞങ്ങളുടെ ഹൃദയാന്തരത്തിൽ ഒന്ന് ഈമാൻ വർദ്ധിക്കാൻ
നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളിലോ ഒന്നും കൂടെ അല്ലാഹുവിന്റെ വല്ലാത്തൊരു തൃപ്തി വരാൻ എന്താ നബിയെ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം നബിയേ? ഇതങ്ങ് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്നും പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, നിങ്ങളുടെ ജീവിതമുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവേ, അവിടെ നിന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഉദ്കുറുൽ വലിയാ, നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണേ സഹാബ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഏത് സമയത്തും നിങ്ങളുടെ മരണത്തിന്റെ മാലാക പറന്നു വന്നുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോകുമെന്നൊരു ഓർമ്മയിലൂടെ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഹൃദയാന്തരത്തിൽ ഈമാൻ വർദ്ധിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ അല്ലാഹുവെ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ, ഇത് ദുനിയാവാണ്, ദുനിയാവിന്റെ സന്തോഷം നമുക്ക് രുചിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഈ മരണത്തെ ഓർത്തുകൊണ്ടൊക്കെ ജീവിച്ച, ഈ ബാത്തുകളൊക്കെ ചെയ്തിട്ട് ജീവിച്ച, നമ്മുടെ ശരീരം എങ്ങനെ പറയുന്നുവോ അതേപോലെ നമ്മളൊന്ന് ജീവിച്ച അപ്പോഴല്ലേ നമുക്ക് സൗഖ്യം ലഭിക്കുള്ളൂ. ഇത് ദുനിയാവല്ലേ. പഴയ കാലത്തെ പോലെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ, നരകത്തെ കുറിച്ച് പറഞ്ഞ ഈ കാലഘട്ടത്തിലൊക്കെ എന്ത് സംഭവിക്കാനാ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, ഈ അടുത്ത് ഒരു ചാനലിൽ ഒരു സഹോദരി വന്നിട്ട് പറയുന്നത് കേട്ടു, പടച്ച റബ്ബേ, ഇതൊക്കെ പഴയ പോലെ നല്ലല്ലോ, പഴയ പോലെ നല്ലല്ലോ. ഒരു ഉസ്താദ് സഹോദരിയുടെ ചെറിയ എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ അവരോട് നന്മയാർന്ന ഉപദേശം നടത്തിയത്രേ. ഒരു വ്യക്തി ആ പറയുന്നപ്പോ ആ ഒരു സ്ത്രീ ചാനലിൽ അഭിമുഖത്തിൽ വന്നിട്ട് പറയാ, എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു, എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ അതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ എന്നോടത്ത് സംസാരിച്ചു. മാത്രമല്ല, എന്നിട്ട് ആ സഹോദരി അവിടെ നിന്ന് പറയാ, എന്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലൊക്കെ സ്വർഗവും നരകമൊക്കെ പറഞ്ഞിട്ട് അത് ആർക്കും മനസ്സിലാകാൻ, അതൊക്കെ ഉണ്ടാവും ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ അങ്ങനെ ഒരു സംസാരം പറഞ്ഞ്, എന്റെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബ് ഈ ദുനിയാവിനെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് പടച്ച റബ്ബാ. ആ പടച്ച റബ്ബ് നരകത്തെയും സ്വർഗത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അത് സ്വർഗം എന്നത് നരകം എന്നത് പഴയ കാലക്കാർക്കാണ്. ഈ ന്യൂ ജനറേഷനിൽ സ്വർഗമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ഉണ്ടാവുന്നതല്ല. അതൊക്കെ ഈമാനില്ലാത്തത് കൊണ്ട് അറിയാതെ വന്നു പോകുന്നത്. ചില ആളുകൾ അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. സ്വർഗത്തെ കുറിച്ച് ഈ കാലഘട്ടത്തിലെ ആളുകളോട് പറഞ്ഞ എന്താ, നരകത്തെ കുറിച്ചിട്ട് ഈ കാലഘട്ടത്തിലെ ആളുകളോട് പറഞ്ഞ അതെല്ലാം ഏൽക്കോ, ഇങ്ങനൊരു ചിന്തകളിലൂടെ മനുഷ്യർ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സ്വർഗവും നരകവും എന്ന് പറഞ്ഞ എന്നുള്ളതാ, സ്വർഗവും നരകമൊക്കെ പറഞ്ഞ എന്നുള്ളതാ. അത് പടച്ച റബ്ബ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ആ സമയത്ത് തന്നെ എന്റെ പ്രിയമുള്ളവർ അതൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടാണ് മനുഷ്യരായ നമ്മക്ക് ദുനിയാവിലേക്ക് പടച്ചോൻ സൃഷ്ടിച്ചത്. ഇനി അതിന്റെ പേരിൽ സംശയം നമുക്ക് ആർക്കും വേണ്ട. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഹൃദയാന്തരത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ വിഷയത്തിലൊന്നും സംശയം ഉണ്ടാവില്ല. ഹൃദയത്തിലെ ഈമാൻ നഷ്ടപ്പെടുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവർ അതിനൊക്കെ നമുക്ക് സംശയങ്ങൾ വരിക. സ്വർഗണ്ടോ നരകണ്ടോ ഒക്കെ നമുക്ക് വരിക. അവസാന കാലഘട്ടമാകുമ്പോ നമ്മുടെ ഈമാനൊക്കെ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നല്ലേ അല്ലെ? അവസാനം ഒരു ഈമാനുള്ള മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞ അവന്റെ കയ്യിൽ തീ കട്ട വെച്ചാൽ തീയിന്റെ ഒരു കട്ട വെച്ച് അവരിങ്ങനെ നടന്നു പോകുക അല്ലെ? എത്രത്തോളം പ്രയാസം ഉണ്ടാവും അവനിക്ക്. എന്ന പോലെയാണ് ഹൃദയത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. മുസ്ലിമാണോ, ആ മുസ്ലിം ആയതിന്റെ പേരിൽ നിന്ന് അവൻ ആക്രമിക്കപ്പെടുക അല്ലെ? അവന്റെ തലയിൽ തൊപ്പി ഉണ്ടായാൽ, അവനൊന്ന് വെള്ള വസ്ത്രം ധരിച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ, നെരിയാണിക്ക് മുകളിൽ നിന്ന് വെള്ള തുണിയെടുത്താൽ, താടി വെച്ചാൽ, ഇന്നവന് തീവ്രവാദിയാണ്, ഇന്നവന് തീവ്രവാദിയാണ്. ഇങ്ങനെയാണ് ഇന്ന് പല ആളുകളും മുദ്ര കുത്തുന്നത്. പടച്ച റബ്ബേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഇസ്സത്തോട് കൂടി ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കാൻ, മരിക്കുന്നത് വരെ ജീവിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ പുണ്യമായ മജ്ലിസിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ റബ്ബേ, സഹോദരിമാരുടെ റബ്ബേ, പടച്ചോനെ, ഞങ്ങൾക്കൊക്കെ നീ ഈമാൻ തരണേ റബ്ബേ. ഞങ്ങളുടെ ഈമാൻ നീ നഷ്ടപ്പെടുത്തരുത് റഹ്മാനെ. പ്രിയമുള്ളവരെ, നമ്മൾ പറയാ,
ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഒരു ഹദീസ് നമുക്ക് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല, പേരിൽ മാത്രം മുഅ്മിനായത് കൊണ്ട് കാര്യമില്ലല്ലോ. പേരെന്താ? മുഹമ്മദ്, അഹ്മദ്, ഇഖ്ബാൽ, നല്ല പേരുകളാണ് അല്ലേ? നാസറാൻ, ഇങ്ങനെ നല്ല നല്ല അഹമ്മദും മുഹമ്മദും കബീറും സുബീറും ഒക്കെ നല്ല നല്ല പേരുകൾ ഇട്ടിട്ട് ആ പേരുകളുടെ മഹത്വം കൊണ്ടൊന്നും ഒരാൾ മുഅ്മിനാവില്ല. പേരിൽ മാത്രം റേഷൻ കാർഡിലെ മുസ്ലിമാണ്, പേരുകൊണ്ട് മുസ്ലിമാണ്, നാട്ടുകാർക്കിടയിൽ മുസ്ലിമാണ്, കോലം കൊണ്ട് മുസ്ലിമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ജീവിതത്തിൽ ചില നന്മകളുണ്ട് പടച്ച റബ്ബ് പഠിപ്പിച്ചത്. ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താതെ ഒരിക്കലും തന്നെ നമുക്ക് മുഅ്മിനാണ് എന്ന് പറയാൻ ഒരിക്കലും എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയില്ല. ഈ മുഅ്മിന്, മുസ്ലിം എന്ന പദവി, മുഅ്മിൻ എന്ന പദവി അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല. ജനിക്കുന്ന സമയത്ത് മുഅ്മിനാണ്, മുസ്ലിമാണ്, എന്നാൽ മരിക്കുന്ന സമയത്തും അതുപോലെയാകാൻ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. നമ്മുടെ അഡ്രസ്സ് കൊണ്ട് നമ്മൾ മുഅ്മിനായത് കൊണ്ട്, മുസ്ലിമായത് കൊണ്ട് ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ സഞ്ചരിക്കുന്നുണ്ടോ അതുപോലെ സഞ്ചരിക്കാൻ നമ്മുടെ ഹൃദയത്തെ നമ്മൾ അനുവദിക്കണം. അപ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ നമ്മൾ പെടും. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയാന്തരത്തിൽ ഒരിക്കലും തന്നെ വരാൻ പാടില്ലാത്ത ഒരു കാര്യം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, പിന്നാർ നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, വല്ലാത്തൊരു വഞ്ചനയുണ്ട് സഹാബ. അല്ലാഹുവേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ വല്ലാത്തൊരു വഞ്ചനയുണ്ട് സഹാബ. അത് ഏറ്റവും വലിയ വഞ്ചനയാ സഹാബ. വഞ്ചനകളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ വഞ്ചനയാണ് സഹാബത്ത്. എന്നിട്ട് അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അൻ തുഹദ്ദിസ അഖാക ഹദീസാ. നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ, ആ കൂട്ടുകാരനോട് നീ ഒരു കാര്യം പറയുകയാ. അല്ലാഹുവേ, ഹുവലക മുസദ്ദിഖുൻ, അതവന് വിശ്വസിക്കുകയും ചെയ്തു. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഅൻത ലഹു കാദിബുൻ, പക്ഷേ നീ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആ കാര്യം കളവാണ്. ഇത് വഞ്ചനകളുടെ കൂട്ടത്തില് ഒന്നാമത്തെ കാര്യമാ സഹാബ. ഇത് ഏറ്റവും വലുതാ സഹാബ. അതുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തില് ഇങ്ങനെയുള്ള പ്രവണതകളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ശൈലികളുണ്ടല്ലോ, ഇതൊന്നും ഒരിക്കലും ഉണ്ടാവല്ല. അല്ലാഹുവേ, മറ്റുള്ളവരെ വഞ്ചിക്കുന്ന, മറ്റുള്ളവരെ ചതിക്കുന്ന, മറ്റുള്ളവരെ വലിയ അപകടത്തിൽപ്പെടുത്തുന്ന അല്ലാഹുവേ പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ ചിന്തകളോ നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വന്നാൽ പിന്നെ എവിടെയാകും നമുക്ക് ഈമാനുള്ളത്? നമ്മൾ ഒന്നാമത്തെ ഇസ്ലാമിന്റെ ആളുകളാണ്. മജ്ലിസിനോടിന്റെ മജ്ലിസ് നമ്മുടെ നാട്ടിലുണ്ടോ? അവിടെയും നമ്മൾ കടന്നു വരുമല്ലോ. ദിക്റിന്റെ മജ്ലിസുണ്ടോ? അവിടെയും നമ്മൾ കടന്നു വരുമല്ലോ. എവിടെയാണ് നന്മകളെ കുറിച്ച് പറയുന്നത് അവിടേക്കെല്ലാം നമ്മൾ കടന്നു വരാറുണ്ടോ? പക്ഷേ ജീവിതത്തിൽ സൂക്ഷ്മതയില്ല. ഇതുപോലുള്ള കാര്യങ്ങളെ കൊണ്ട് നടക്കുകയാണ്. റബ്ബേ, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലതും ഇല്ലാത്തതും പറയുന്ന സ്വഭാവം നമുക്കുണ്ടോ? എന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടോ? ജീവിതത്തിൽ ഈ ഒരു കാര്യം നമ്മൾ മുറുകെ പിടിച്ചാൽ, അല്ലാഹുവെ കൊണ്ട് നടന്നാൽ
പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും വഞ്ചിക്കരുത്. നമ്മൾ കളവ് പറഞ്ഞിട്ടോ മറ്റുള്ളവന്റെ മുമ്പിൽ നമ്മൾ സ്റ്റാറാകാൻ നോക്കുന്ന ആളുകളുണ്ടല്ലോ. വേണ്ട ഉമ്മ, ഇല്ലാത്ത കഥകൾ, കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ടോ റബ്ബേ അതെല്ലാം പ്രചരിപ്പിച്ചിട്ടോ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിട്ടോ അതുകൊണ്ട് കോടികളുടെ സമ്പത്ത് നേടിയെടുക്കുന്ന എത്രയോ ആളുകളാ. വേണ്ട ചെറുപ്പക്കാരാ, അങ്ങനത്തെ കാര്യങ്ങളിൽ പോയിട്ട് നീ പ്രവർത്തനം നടത്തരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ ഇല്ലാത്ത ക്വാളിറ്റികൾ പറഞ്ഞിട്ട്, ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് എത്രയോ ആളുകളാ റബ്ബേ വഞ്ചിതരായി മാറുന്നത്. കോടികളുടെ പണം നമ്മൾ നിക്ഷേപിച്ചിട്ട്, അല്ലാഹുവേ ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ട് അവസാനമുണ്ടല്ലോ അല്ലാഹുവേ എല്ലാം ഇല്ലാതെ നഷ്ടപ്പെടുന്നവര്. പിന്നെ അല്ലാഹുവേ നിക്ഷേപിക്കുന്ന സമയത്ത് 1000 തന്നാൽ അത് 10,000 ആക്കി തരാം, 10,000 തന്നാ ലക്ഷങ്ങളാക്കിയിട്ട് തിരിച്ചു തരാം, ലക്ഷങ്ങൾ തന്നാ കോടികളാക്കിയിട്ട് തിരിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞിട്ടോ അല്ലാഹുവേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പോലും, വീടിന്റെ ആധാരം കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് പോലും, അല്ലാഹുവേ കയ്യിലും കാതിലും കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വിറ്റിട്ട് പോലും എത്രയോ പാവപ്പെട്ട ഉമ്മമാരാ, എത്രയോ പാവപ്പെട്ട വാപ്പമാരാ വഞ്ചിതരാകുന്നത്. അങ്ങനെ വഞ്ചിതരാകല്ലേ. ഇല്ലാത്ത ക്വാളിറ്റികൾ പറഞ്ഞിട്ടോ കടന്നു വരുന്നവന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പണയപ്പെടുത്തരുത്, നമ്മുടെ അഭിമാനത്തെ നമ്മളെ പണയപ്പെടുത്തരുത്. അവസാനം കോടികളും ലക്ഷങ്ങളും ആയിരങ്ങളും എടുത്ത് കൊടുത്തിട്ട് അവസാനം വർഷങ്ങൾ കഴിയുമ്പോ പിന്നെ ഒന്നുമില്ലല്ലോ. അല്ലാ പിന്നെ ജീവിതത്തിൽ നഷ്ടമാണല്ലോ. പടച്ചറബേ ഇങ്ങനെ വഞ്ചിതരാകുന്ന ആളുകൾ അവസാനം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തി നിൽക്കുന്ന എത്ര ആളുകളുണ്ട്. റബ്ബേ അല്ലാഹുവേ നീ ഞങ്ങൾ അതുപോലുള്ള ചതികളിൽ നിന്ന് കാക്കണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, കബറത്ത് ഖിയാനത്തിന് ഏറ്റവും വലിയ ഖിയാനത്തുണ്ടടാ, ഏറ്റവും വലിയ ഖിയാനത്തുണ്ടല്ലോ. അല്ലാഹുവേ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയിപ്പിക്കുകയാ, അത് നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട്, നിന്റെ അയൽവാസിയോട്, നിന്റെ നാട്ടുകാരനോട്, നിന്റെ കൂട്ടുകാരനോട് അവന്റെ മുമ്പിൽ പോയിട്ട് നീ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലാഹുവേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ അവനോട് അവന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാ. എന്നിട്ടോ അവനത് സത്യമാക്കുകയാണ്, അവൻ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാ. അല്ലാഹുവേ അത് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിനെ നടക്കുകയാണ്. നീ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് മുഴുവനും കള്ളമാണ്. പടച്ചുറപ്പേ അങ്ങനെ ഒരാള് ജീവിതത്തിൽ മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി കൂട്ടുനിന്നാൽ, അല്ലാഹുവേ ചതിക്കാൻ വേണ്ടി രംഗത്ത് വന്നാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയം കണ്ടെത്താൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എടാ, ഒരു സമയത്ത് നിനക്ക് വിജയം കിട്ടിയേക്കാം, നിനക്ക് നിന്റെ കൂടെ ആളുകൾ ഉണ്ടാവാം, നിന്റെ കൂടെ സമ്പത്തുണ്ടാകാം, പവറും പക്വതയുമുള്ള ആളുകൾ നിന്റെ കൂടെയുണ്ട് എന്ന് നിനക്ക് തോന്നിയേക്കാം. അവസാനമുണ്ടല്ലോ പടച്ചുറപ്പ് നിന്നെ ഒരു പിടുത്തം പിടിക്കാനുണ്ടടാ, പടച്ചുറപ്പ് നിന്നെ ഒന്ന് പിടുത്തം പിടിക്കാനുണ്ടല്ലോ. പാവപ്പെട്ടവരുടെ പണമെടുത്തിട്ട് പാവപ്പെട്ടവരുടെ അവരുടെ സമ്പത്ത് നിന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട്, അതുകൊണ്ട് വലിയ ബെൻസ് വാഹനങ്ങൾ വാങ്ങിയിട്ട്, BMW വാഹനങ്ങൾ വാങ്ങിയിട്ട്, ബിസിനസ് നടത്തിയിട്ട്, കൊട്ടാര സമാനമായ വീടുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വിലസുന്ന എത്രയോ ആളുകളാ. വേണ്ട ചെറുപ്പക്കാരാ, വേണ്ട ഉമ്മ, മറ്റുള്ളവരെ പറ്റിച്ചിട്ടുള്ള കളവ് പറഞ്ഞിട്ടുള്ള പണമുണ്ടല്ലോ, അതുകൊണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് റബ്ബേ ജീവിതത്തെ അങ്ങ് ഒടുക്കി കളയുന്നതല്ലേ റബ്ബേ. എന്തൊരു മോശമാകുമ്മ, പടച്ച റബ്ബേ, ഇതെല്ലാം അല്ലാഹ് പൊറുക്കുമോടാ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അല്ലാഹ്
അള്ളാഹുവിനോട് നേരിട്ട് ചെയ്യുന്ന പാപങ്ങളല്ല പൊറുത്താൽ ഇങ്ങനെയുള്ള പാപങ്ങളുണ്ടല്ലോ അത് പൊറുക്കാൻ പ്രയാസമാ, അത് പൊറുക്കാൻ പ്രയാസമാ. മറ്റുള്ളവരോടുള്ള അക്രമങ്ങൾ അല്ല പൊറുക്കുമല്ലോ. 100 ആളെ കൊന്നവനല്ല പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. റബ്ബേ ഖബറിൽ വെച്ചിട്ട് വ്യഭിചരിച്ചവനല്ല പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. ഖബറിലെ കഫം കൂടെ മോഷ്ടിച്ചെടുക്കുന്നവനല്ല പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. ഇതുപോലെ മറ്റുള്ളവരുടെ ഹക്ക് തന്റെ ജീവിതത്തിൽ കടത്തി വിട്ടിട്ട് മറ്റുള്ളവരുടെ ഹക്ക് തന്റെ ജീവിതത്തിൽ സമ്പാദിച്ചെടുത്തിട്ട് അതുകൊണ്ട് വിലസുന്ന ആളുകളുണ്ട്. അത് അപകരിച്ചിട്ട് അതുകൊണ്ട് കോടികളുടെ ആസ്തികളുടെ കൂമ്പാരങ്ങൾക്ക് മുമ്പിലൂടെ കടന്നുപോയിട്ട് ഈ ദുനിയാവിന്റെ തുടിക്കുകളിൽ സ്റ്റാറായി ജീവിക്കുന്നവര്, ഹീറോ ആയി ജീവിക്കുന്നവര്, അവസാനം നീ ഒരു കാര്യം ഓർത്തോ, നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ ഹീറോ ആയി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവസാനം നിന്റെ ജീവിതം സീറോ ആയി മാറുമെടാ. നിന്റെ ജീവിതം സീറോ ആയി മാറുമെടാ. അത് നീ ഓർത്തോ. അല്ലാഹുവേ നീ ഞങ്ങളെ ചതികളെ തൊട്ട് കാക്കണേ അല്ലാ. മറ്റുള്ളവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇന്ന് എത്രയോ ഉമ്മമാര് പറയാറുണ്ട്, ഉസ്താദെ 10,000 രൂപ ഞങ്ങൾ നിക്ഷേപിച്ചു, ഞങ്ങൾ 20,000 നിക്ഷേപിച്ചു, 1 ലക്ഷം കൊടുത്തു, 2 ലക്ഷം കൊടുത്തു, 3 ലക്ഷം കൊടുത്തു. അവസാനം പ്രിയപ്പെട്ടവരെ ആ കൊടുത്ത ആളെ പിന്നെ കാണുന്നില്ല. എത്ര ആളുകൾ പറയാറുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എന്റെ പ്രിയമുള്ളവർ, ഏറ്റവും വലിയൊരു ചതി, ഏറ്റവും വലിയൊരു വഞ്ചനയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് എന്റെ പ്രിയമുള്ളവർ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു ഹദീസായിട്ടാണ് എന്റെ പ്രിയമുള്ളവർ ഈ ഒരു ഹദീസ് എന്ന് പറയുന്നത്. അല്ലെ, എത്രയോ ഉമ്മമാര് സങ്കടം പറയാ, എത്രയോ ഉമ്മമാര് സങ്കടം പറയാ, വാപ്പമാര് സങ്കടം പറയാ, പടച്ചറബേ ഉസ്താദെ കടവുണ്ട്. എങ്ങനെയാ കടം വന്നത്? എങ്ങനെയാ കടം വന്നത്? ബാങ്കിൽ ഇത്ര രൂപ ലോണല്ലോ, എങ്ങനെയാ ലോണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയാറുണ്ട്, ഉസ്താദെ ഇന്നാരിന്റെ കാര്യവാ ഞങ്ങള് പടച്ചുറപ്പെ ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ഒരുത്തൻ ഞങ്ങളുടെ മുമ്പിൽ വന്നു. പരിചയക്കാരനായിരുന്നു, അയൽവാസിയായിരുന്നു, കൂട്ടുകാരനായിരുന്നു. ഇങ്ങനെയൊക്കെ പറയും. പടച്ചുറപ്പെ പിന്നീടോ എന്റെ പ്രിയമുള്ളവർ അവരുടെ കയ്യിലേക്ക് ബാങ്കിൽ നിന്നും മറ്റൊക്കെ ലോൺ എടുത്തിട്ട് അല്ലാഹുവേ 10,000 20,000 ലക്ഷങ്ങളും വെച്ച് കൊടുത്തിട്ട് പിന്നീട് എന്റെ പ്രിയമുള്ളവർ അവരെ കുറിച്ച് യാതൊരു വിവരമില്ല. അവരെ കുറിച്ചിട്ട് യാതൊരു വിവരമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് നീ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ചില കാര്യങ്ങൾ പറഞ്ഞു, അത് അവൻ വിശ്വസിക്കുകയും ചെയ്തു, പക്ഷേ നീ പറഞ്ഞത് കളവായിരുന്നു. അങ്ങനെ നീ പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നിനക്ക് നരകമാണ്. നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഞ്ചനയാണ് നീ നടത്തുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. മറ്റുള്ളവരുടെ പണം സമ്പാദിച്ചെടുത്തിട്ട്, മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ചെടുത്തിട്ട്, അതുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്ന് വലിയ വാഹനങ്ങൾ എടുത്ത്, BMW ബെൻസൊക്കെ എടുത്തിട്ട്, വലിയ കോട്ടും സൂട്ടും ചില ആളുകളൊക്കെ യാത്ര നടത്തുന്നത് നമ്മൾ കാണാം. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അവർ ഹീറോ ആയിട്ട് നടക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ വൈകാതെ അവർ സീറോ ആയി മാറുമെന്നത് 100% ഉറപ്പാ. കാരണം മറ്റുള്ളവരുടെ ഹക്ക് അപഹരിച്ചിട്ടാണ് നടക്കുന്നത്. മറ്റുള്ളവരുടെ ഹക്ക്, അവരുടെ സമ്പത്ത് അപഹരിച്ചിട്ടാണ് നടക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടാകും, പടച്ചോനെ ഞങ്ങളെ പറ്റിച്ചവന്, ഞങ്ങളെ അപഹരിച്ചവന്, ഞങ്ങളെ കളിയാക്കിയവൻ, ഞങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വശലാക്കിയ, ഞങ്ങളെ കടക്കണിയിൽ പെടുത്തിയവൻ, പടച്ചോനെ നീ വിജയം കൊടുക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുമ്പോൾ അവരെല്ലാവരും ദുആ ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കിട്ടും. മറ്റുള്ളവരെ പറ്റിച്ച പിന്നെ നമുക്ക് വിജയം കിട്ടും. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരാളെയും വഞ്ചിക്കരുത്. നമ്മുടെ കാരണങ്ങളെത്താൽ ഒരാളും വഞ്ചിതനാകുന്ന അവസ്ഥ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം പരാജയമാണ്. പടച്ച റബ്ബിന്റെ മുമ്പിൽ അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്യേ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്താൻ
അല്ലാഹുവേ നമ്മുടെ ഹൃദയാന്തരത്തിൽ ഈമാൻ വർദ്ധിക്കാൻ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവേ അവിടുന്ന് പറയുകയാണ് യാ റസൂലല്ലാഹ് ഒരിക്കലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് ദുആ ചെയ്യുന്നതായിട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അല്ലാഹുവേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ച റബ്ബിലേക്ക് എങ്ങാനും കരങ്ങൾ ഉയർത്തിയാൽ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട് വാപ്പാ ഇന്നത്തെ ഈ സുന്ദരമായ മജ്ലിസ് ഉണ്ടല്ലോ ഈ മജ്ലിസിലും നമ്മൾ ആ ദുആ എന്ന് പറയുകയാണ് അല്ലാഹുവേ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കാൻ ഹൃദയാന്തരത്തിൽ അല്ലാഹുവേ ഹൃദയാന്തരത്തിൽ പടച്ച റബ്ബിനോടുള്ള ഈമാൻ എന്ന് വർദ്ധിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ചിട്ടാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് അല്ലാഹുവേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് സമയത്തും അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ അവിടുന്ന് ദുആ ചെയ്യുകയാ റബ്ബേ റബ്ബനാ لا تزغ قلوبنا بعد إذ هديتنا അല്ലാഹുവേ തന്റെ ഹൃദയത്തെ പടച്ച റബ്ബിലേക്ക് ഒന്ന് ചേർത്ത് വെക്കാൻ അവിടെ നിന്ന് എപ്പോഴും ദുആ ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ട് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക പടച്ച റബ്ബേ എന്റെ ഹൃദയത്തെ ദീനിൽ നീ ഉറപ്പിക്കണേ അല്ലാഹ് എന്നവിടുന്ന് പടച്ച റബ്ബേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ അവിടുന്ന് എപ്പോഴും ദുആ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്റെ പരിശുദ്ധമായ ദീനിൽ തന്റെ ഹൃദയത്തെ ഉറപ്പിക്കണോ പടച്ച റബ്ബിനോട് പറയുമ്മ സബ്ബിത് ഖുലൂബനാ അലാ ദീനിക എന്റെ ഹൃദയത്തെ ഈ പരിശുദ്ധമായ ദീനിലൊന്ന് ഉറപ്പിക്കണേ അല്ലാഹ് കണ്ണുകൊണ്ട് ഹറാം കാണിക്കല്ല അല്ലാഹ് ഹൃദയം കൊണ്ട് ഹറാം ചിന്തിപ്പിക്കല്ല അല്ലാഹ് ശരീരം കൊണ്ട് ഹറാമിലേക്ക് കടത്തിവിടല്ലേ അല്ലാഹ് എന്നവിടുന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യ് നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹ് പുറത്തു തരട്ടെ നമ്മുടെ വിഷമങ്ങളെല്ലാം അല്ലാഹ് മാറ്റി തരട്ടെ അല്ലാഹുവേ പടച്ച റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയ ആ അല്ലാഹ് നമ്മുടെ ദുആ തട്ടൂലല്ലോ ആ അല്ലാഹു നമ്മുടെ ദുആ തട്ടൂലല്ലോ പാപങ്ങളോരോ നിന്നെ നീ കരയേണ്ടതാ വിജനസ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റായ മോർത്തിട്ടുടനടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി ഇത് കണ്ട് നിന്നോ അറിവ് റബ്ബിന് തോന്നണം പടിവാതിലൊഴിയാ വെപ്പയും നീ കരയണം അല്ലാഹുവേ പാപങ്ങളുണ്ടോ ജീവിതത്തിലോ ആ പാപങ്ങളെ പൊറുക്കണ്ടേ ഉമ്മ ആ പാപങ്ങളെ പൊറുക്കണ്ടേ ഉമ്മ പടച്ച റബ്ബിന്റെ മുമ്പിലുണ്ടല്ലോ എല്ലാ പാപങ്ങളും ഏറ്റുപറയോ എന്നിട്ട് കണ്ണീരോട് കൂടി അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് ആത്മാർത്ഥമായിട്ടിരിക്കാൻ നോക്ക് അങ്ങനെ ഇരുന്ന പടച്ച റബ്ബേ ഏറ്റവും അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്നറിയോ ഏറ്റവും വലിയ വിജനമായ സ്ഥലമുണ്ടല്ലോ ആരും കടന്നു വരാത്ത സ്ഥലമുണ്ടല്ലോ എന്നിട്ട് അവിടുന്ന് പൊട്ടിക്കരയോ ഇവിടുന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് സുജൂദിൽ കിടക്ക് അങ്ങനെ നീ പടച്ച റബ്ബിനോട് പറഞ്ഞാൽ അങ്ങനെ നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ എങ്ങാനും ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയുണ്ടല്ലോ നിന്റെ വാക്കുകളുണ്ടല്ലോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാ
അത് അല്ലാഹ് സ്വീകരിക്കുകയാ. പിന്നെ നിനക്ക് വിഷമങ്ങളില്ല, പിന്നെ നിനക്ക് വേദനകളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു തരും. തന്റെ ഹൃദയത്തിലോ അല്ലാഹുവേ, തന്റെ ജീവിതത്തിൽ തന്റെ ഹൃദയത്തിൽ ഈമാൻ വരണോ, ഈമാൻ വരണോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ, അവിടുന്ന് ദുആ ചെയ്യണേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക യാ റബ്ബൽ ആലമീൻ. അവിടുന്ന് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമല്ലോ. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ തരുമല്ലോ. പിന്നെ എന്താകും നമുക്ക് സംശയം? പിന്നെ എന്താ നമുക്ക് സംശയം? നമ്മുടെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഉദ്ദേശിച്ച ആളുകളുണ്ടല്ലോ, അവരെ അല്ലാഹു ഈമാനിലായി നിലനിർത്തുമല്ലോ, അല്ലാഹു നിലനിർത്തുമല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ കളങ്കം വരുത്തരുത്, ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും കുറ്റപ്പെടുത്തരുത്. ജീവിതത്തിൽ ഹറാമിന്റെ വഴികളിൽ നിന്ന് മാറി നിന്നോ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, തെറ്റുകുറ്റങ്ങൾ ഒരുപാട് കണ്ട്, ഒരുപാടുകൾ പറഞ്ഞ്, ഒരുപാട് കേട്ട് അല്ലാഹുവേ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ, മരണത്തിന്റെ മാലാഖ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ റബ്ബേ, ആ സമയത്ത് കടന്നിട്ട് അല്ലാഹുവേ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തവനാ അല്ലാ, ജീവിതത്തിൽ തെറ്റുകൾ പറഞ്ഞവനാ അല്ലാ, എനിക്കൊരു സമയം കൂടെ നീട്ടിത്തരുമോ? എന്റെ മരണത്തിന്റെ സമയം ഒന്ന് എനിക്ക് മാറ്റിത്തരുമോ? എനിക്കൊന്ന് നീട്ടിത്തരുമോ എന്നവിടുന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ, അതിന് ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ നിന്ന് പണിയെടുക്കണം. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വിജയിക്കാൻ, മരണസമയത്ത് വിജയിക്കാൻ, ഖബറിൽ വിജയിക്കാൻ, ഹിസാബിൽ വിജയിക്കാൻ ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ നിന്ന് നമ്മൾ ശ്രമിക്കണം. അല്ല എങ്കിലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയത്തിൽ കണ്ടെത്താൻ കഴിയില്ല സഹാബ എന്ന് പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇത് ദുനിയാവല്ലേ, ആഖിറസമാനല്ലേ. തെറ്റുകളുടെ കൂമ്പാരങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുമല്ലോ. അല്ലാഹുവേ, അതിലുള്ള അവസരങ്ങൾ കടന്നു വരുമല്ലോ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം റബ്ബേ. തെറ്റുകളിലേക്കുള്ള അവസരങ്ങൾ ഞങ്ങൾ കണ്ടാലും, തെറ്റുകളിലേക്കുള്ള അവസരങ്ങൾ ഒരുപാട് വന്നാലും അല്ലാഹുവേ, നീ ഞങ്ങൾ അതിലേക്ക് കടത്തിവിടല്ല അല്ലാ എന്നവിടുന്ന് ദുആ ചെയ്യണേ, എന്നവിടുന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവേ, നമ്മുടെ ഹൃദയത്തെ ഉണ്ടല്ലോ ഈമാനിൽ അടിയുറപ്പിച്ച് നിർത്താൻ, ഇസ്സത്തോട് കൂടെ നിലനിർത്താൻ എന്റെ പ്രിയമുള്ളവരെ, അതിനു വേണ്ടി പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണേ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ദുനിയാവിൽ നല്ലത് കാണാൻ, നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കാം. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ പടച്ച റബ്ബേ, 1 മണിക്കൂറോളമായി റബ്ബേ ഈ പുണ്യമായ മജ്ലിസിൽ നിന്റെ പരിശുദ്ധമായ ദീൻ ഞങ്ങൾ പറയുന്നു, ദീൻ ഞങ്ങൾ കേൾക്കുന്നു. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ ഇൽമുകളൊക്കെ നീ നാഫിയാക്കി തരണേ അല്ലാ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, പരിശുദ്ധമായ ദീനിനെതിരെ വരുന്ന ഒരുപാട് കുതന്ത്രങ്ങളുണ്ട് റബ്ബേ, ദീനിനെതിരെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റബ്ബേ. പടച്ച റബ്ബേ, ദീനിനെ നീ എല്ലാത്തിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. ജീവിതത്തിൽ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് അൽഹംദുലില്ലാ എന്നും ഇതേ സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും കഴിയുന്നവരൊക്കെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പരിപാടികൾ ഉള്ള സമയങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മുടെ ചാനലുകളിൽ തന്നെ ഇൻഷാ അല്ലാഹ്
നമ്മുടെ പുറമുകളിലുള്ള പരിപാടികൾ ഇൻഷാ അല്ലാഹ് ഇടാൻ വേണ്ടി ശ്രമിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഇൻഷാ അല്ലാഹ് നസീഹ വിഷൻ യൂട്യൂബ് ചാനലിൽ നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇൽമുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അവരൊക്കെ അവരുടെ ഹൃദയത്തിൽ അല്ലാഹുവെ പടച്ച റബ്ബേ ഈമാൻ കൊണ്ട് ധന്യമാക്കാൻ ഇതുപോലെയുള്ള മജ്‌ലിസുകളും വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൽമു മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് തന്നെ ഒരു സ്വതക്കയാണ്. മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് തന്നെ ഒരു സ്വതക്കയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. എൻ്റെ പ്രിയമുള്ളവരെ, ഈമാൻ നിലനിൽക്കാൻ എന്തിനു വേണ്ടിയിട്ട് ദുആ ചെയ്യേണ്ട? ഏറ്റവും കൂടുതൽ നമ്മുടെ ഈമാൻ നിലനിൽക്കണം അല്ലേ? ഈമാനിലേക്ക് പോയില്ലേ ദുനിയാവിലെ കാര്യം? ഈ ദുനിയാവിൽ നമ്മൾ എന്ത് തന്നെ നേടിയെടുത്തിട്ട് എന്താ കാര്യം? ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് പടച്ചവനെ ഹൃദയത്തിൽ നമുക്ക് ഈമാനില്ല, ഹൃദയത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് കാര്യം? അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. എന്ത് തന്നെ നേടിയെടുത്തിട്ടും കാര്യമില്ലല്ലോ. നമ്മൾ കുറെ സമ്പത്ത്, നല്ല ജോലിയുണ്ട്, നല്ല ഒരുപാട് നമുക്ക് നമ്മുടെ എല്ലാ സൗകര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന, എല്ലാ ആഗ്രഹങ്ങൾക്കും ഒപ്പം നേരുന്ന നമ്മുടെ മക്കളുണ്ട്, നല്ല വീടുണ്ട്, വാഹനമുണ്ട്, ഇതെല്ലാം നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഹൃദയാന്തരത്തിൽ പടച്ച തമ്പുരാൻ ഈമാൻ തന്നിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്താ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ പിന്നെ പരാജയമല്ലേ? ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളെല്ലാം പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഇരു കരങ്ങളും നീട്ടിയിട്ട് നമ്മൾ സ്വീകരിച്ചു. പക്ഷേ ഹൃദയം ഒരു നേരത്തേക്ക് അല്ലാഹുവിലേക്ക് മാറ്റിവെക്കാൻ നമുക്ക് സമയമല്ല. ഈ ദുനിയാവിൽ നമുക്ക് തിരക്കാണ്. ജോലി തന്നതാരാ? പടച്ചോനാണ്. നമ്മളെ എല്ലാം തന്നിരുന്നതാരാ? പടച്ചോനാണ് അല്ലെ? നമുക്ക് എല്ലാ തിരക്കുകളും എല്ലാം തന്നത് പടച്ചുറപ്പാണ്. ജോലി തന്നത് നമ്മൾ ജീവിക്കാനാ, നമുക്ക് സമ്പാദിക്കാനാ. ആരെ തന്നത്? അല്ലാഹയാ തന്നത്. പക്ഷെ ആ പടച്ചുറപ്പിന്റെ മുമ്പിൽ, തന്നവന്റെ മുമ്പിൽ ഒരു അരമണിക്കൂറെങ്കിലും, ഒരു 5 മിനിറ്റെങ്കിലും നമുക്കൊന്നിരിക്കാൻ, നമ്മളെ കണ്ണൊന്ന് ആ പടച്ചുറപ്പിന് വേണ്ടിയിട്ട് നനക്കാൻ, നമ്മളെ ഹൃദയം ഒന്ന് ചേർത്ത് വെക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് സമയമല്ല, നമുക്ക് നേരമില്ല, നമുക്ക് ഒരു അവസരമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹ് നമുക്ക് ഈമാൻ തരട്ടെ. പടച്ച റബ്ബ് നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് ഒരു സമയത്ത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ ഏറ്റവും വലിയ കാരണമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ധന്യമാക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി പഠിപ്പിച്ച കാര്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാ, നിന്റെ ജീവിതത്തിൽ മരണത്തെ ഓർത്തിട്ട് വേണം നീ ജീവിക്കാൻ. എങ്ങനെ? മരണത്തെ ഓർക്കണം, എപ്പോഴും മരണത്തെ ഓർക്കണം അല്ലെ? നാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഖുശൂ ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് മരണത്തെ ഓർക്കുക എന്നുള്ളത്. അങ്ങനെ നീ ജീവിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കാൻ നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.